ഹായ് ഹലോ നമസ്കാരം. NIOSൻ്റെ +2 മലയാളത്തിൻ്റെ നമുക്ക് 5 മൊഡ്യൂളുകളാണുള്ളത്. ഒന്നാമത്തത് കവിത, 2 കഥ, 3 വൈജ്ഞാനിക സാഹിത്യം, 4 പരിഭാഷ, 5 കലയും സാഹിത്യവും. ഇങ്ങനെ 5 മൊഡ്യൂളുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഈ 5 മൊഡ്യൂളുകളിൽ നിന്നും 18 ഭാഗങ്ങൾ പൊതുപരീക്ഷയ്ക്ക് വേണ്ടിയിട്ടും 10 പാഠഭാഗങ്ങൾ അസൈൻമെൻറ്റിന് വേണ്ടിയിട്ടും വിഭജിച്ചിരിക്കുന്നുണ്ട്. അതിൽ നിന്നും പൊതുപരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്ന 18 പാഠഭാഗങ്ങളിൽ ഓരോ മൊഡ്യൂളിനും നിശ്ചിത മാർക്ക് വീതമാണ് പരീക്ഷയ്ക്ക് വരുന്നത്. അത് എത്ര മാർക്ക് വീതം എന്നാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. കവിതാഭാഗത്ത് നിന്നും നമുക്ക് 31 മാർക്കിനും കഥാഭാഗത്ത് നിന്നും 29 മാർക്കിനും പരിഭാഷാ ഭാഗത്ത് നിന്നും 6 മാർക്കിനും വൈജ്ഞാനിക സാഹിത്യം എന്ന ഭാഗത്ത് നിന്നും 26 മാർക്കിനും കലയും സാഹിത്യവും എന്ന ഭാഗത്ത് നിന്നും 8 മാർക്കിനുമാണ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറ്. അതിൽ കവിതാഭാഗത്ത് നിന്നും മൊഡ്യൂൾ 1 നമുക്ക് കവിത വരുന്നത്. ആ കവിതാഭാഗത്ത് നിന്നും നമുക്ക് ആകെ പഠിക്കേണ്ടത് 6 കവിതകൾ മാത്രമാണ്. ബാക്കി കവിതാഭാഗത്തുള്ളതെല്ലാം അസൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ 6 കവിതകൾ നന്നായിട്ട് പഠിക്കുക, അതിൻ്റെ ആശയം എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് കവിതാഭാഗത്തു നിന്നാണ്. അതുകൊണ്ട് തന്നെ കവിത എഴുതിയിരിക്കുന്ന ആളുകളെക്കുറിച്ചും ഒരു ധാരണ നമുക്ക് എക്സാം എഴുതാൻ പോകുന്നതിന് മുൻപായിട്ട് വേണം. എന്നാൽ മാത്രമേ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ എഴുതാൻ കഴിയുള്ളൂ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാലമില്ലാത്ത കാലം എഴുതിയിരിക്കുന്നത് കുഞ്ചൻ നമ്പ്യാരാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ രണ്ടാമത്തെ മൊഡ്യൂൾ വരുന്നത് കഥാഭാഗമാണ്. കഥാഭാഗത്ത് നമുക്ക് ആകെ പഠിക്കാനുള്ളത് 5 ചാപ്റ്റേഴ്സാണ്, 5 പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ബാക്കി അസൈൻമെൻറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ 5 പാഠഭാഗങ്ങളിലും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയം എന്താണ് ആ കഥയിലെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ കഴിയും. 29 മാർക്കാണ് ഈ ഒരു കഥ എന്നൊരു മൊഡ്യൂള്, കഥാഭാഗത്തിൻ്റെ ആ ഒരു മൊഡ്യൂള് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അതായത് ഈ ഒരു 5 ചാപ്റ്റർ പഠിച്ചാൽ നമുക്ക് കിട്ടുന്ന മാർക്ക്. പിന്നെ മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് വൈജ്ഞാനിക സാഹിത്യമാണ്. ആ വൈജ്ഞാനിക സാഹിത്യം എന്ന ഭാഗത്ത് നിന്നും നമ്മൾ പഠിക്കേണ്ടത് ആകെ 5 പാഠഭാഗങ്ങളാണ്. ആ 5 പാഠഭാഗങ്ങളും എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ നമുക്ക് 26 മാർക്കാണ് ആ ഭാഗവുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് വരുന്നത്. പിന്നീട് മൊഡ്യൂൾ 4 പരിഭാഷയിൽ നിന്നും 6 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരാറ്. ആ 6 മാർക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ആകെ ഒരു പാഠഭാഗം മാത്രമാണ് പഠിക്കേണ്ടത്, ലളിത ജീവിതം എന്നൊരു പാഠഭാഗം മാത്രം. പിന്നെ ലാസ്റ്റ് മൊഡ്യൂൾ അഥവാ 5ാമത്തെ മൊഡ്യൂൾ കലയും സാഹിത്യവും. ആ ഒരു മൊഡ്യൂളിൽ നിന്നും നമുക്ക് എക്സാമിന് 8 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ആ ഒരു 8 മാർക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ പഠിക്കേണ്ടത് സബർമതിയുടെ തീരത്ത് എന്ന ആ ഒരു പാഠഭാഗം മാത്രമാണ്. അപ്പം ഇത്രയും 5 മൊഡ്യൂളുകളിൽ നിന്നും കവിതാഭാഗം ഉള്ള ആ മൊഡ്യൂളും കഥാഭാഗമുള്ള ആ മൊഡ്യൂളും നന്നായിട്ട് പഠിച്ചാൽ തന്നെ നമുക്ക് പാസ്സാവാനുള്ള മാർക്ക് അതിലൂടെ തന്നെ ലഭിക്കുന്നതാണ്.